ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ ദ്വാരകയിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തുചേരാനായിട്ടായി വീണ്ടും ഒരു അവസരം കൂടി കിട്ടി, പെരുന്നാൾ. പക്ഷേ ഒരു പ്രശ്നം, രാവിലെ എഴുന്നേറ്റപ്പോഴും നല്ല വിശപ്പെട്ട. രാജീവ് എണ്ണിന്ന് ഫുഡ് കൊടുത്തേക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് തലേദിവസം ഉണ്ടാക്കിയ കടലക്കറിയിൽ കടല കുതിർത്തത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കടല എടുത്ത് താളിച്ച് എനിക്ക് വേണ്ടി ഞാൻ എടുത്തു. വേറെ ഒന്നുമില്ല, എണ്ണ ഒഴിക്കുക, കടുകിടുക, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഈ കടല, അതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് എരിവിന് മുളക് പൊടി, ഇത്രയും മാത്രം ഇട്ടൊന്ന് എടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കടല റെഡിയായി. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. മക്കൾക്ക് വേണ്ടി പൊറോട്ട ഉണ്ടാക്കി. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ ഈ പറാത്ത, പ്ലെയിൻ പറാത്ത, അതാണ്. ചപ്പാത്തിയുടെ സെയിം മാവ് തന്നെയാണ്. അതൊന്ന് കുഴച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനകത്ത് നെയ്യ് നല്ലോണം തേച്ച് ലെയർ ലെയറായിട്ട് മടക്കി സ്ക്വയറിലോ ട്രയാങ്കിളോ ഒക്കെ ആക്കി നേരെ തവയിലിട്ട് ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ നെയ്യ് ചേർത്ത് ചുട്ടെടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പൊറോട്ട തേന് ചേർത്ത് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. തേന് താല്പര്യമില്ലാത്തവർക്ക് മാത്രം, കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടം. തേന് ചേർത്ത് കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റാണ്. നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു മണം കൂടെ കാണും അതിന്. പിന്നെ വലിയവർക്കാണെങ്കിൽ കിഴങ്ങേറി, ഈ മുളക് പൊടിയല്ല, പച്ചമുളക് ചേർത്തുണ്ടാക്കൂലേ കിഴങ്ങേറി, മഞ്ഞ കളറിലിരിക്കൂലേ, ആ കിഴങ്ങേറി ബെസ്റ്റാണ്. അടിപൊളി കോമ്പിനേഷനാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ചായ എൻ്റെ വീക്ക്നെസ് ആണെന്നറിയാമല്ലോ, പക്ഷേ കുറച്ച് പാലേ ഉണ്ടായിരുന്നല്ലോ. മക്കൾക്ക് രണ്ടുപേർക്കായിട്ട് ചായ ഇട്ട് കൊടുത്തു. എനിക്കുള്ള ചായ ഞാൻ പാത്തുവിൻ്റെ വീട്ടിൽ പോയി കുടിക്കാമെന്ന് കരുതി. ഒരു കാര്യം മറന്നു, പെരുന്നാൾ ഞങ്ങളുടെ വീട്ടിലല്ല, പാത്തുവിൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ ആഘോഷമൊക്കെ. ഞങ്ങൾ 3 പേരും ഇരുന്ന് രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം വീട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു. വീട് രാവിലെ തന്നെ എണീറ്റോണ്ട് തന്നെ എല്ലായിടത്തും തുടച്ചൊക്കെ ഇട്ടു. പിന്നെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒതുക്കി സ്ലാബിൻ്റെ പുറമെല്ലാം തുടച്ചു. നല്ല ക്ലീനായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇട്ടു എൻ്റെ അടുക്കളയെ. കാരണം തിരികെ വരാം എന്തായാലും രാത്രിയാവും, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം വൃത്തിയാക്കിയിട്ട് പോകും. അപ്പോൾ തിരികെ വരുമ്പോൾ നോ ടെൻഷൻ. അതുകൊണ്ടാണ് ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. ഇനി പെരുന്നാളിൻ്റെ വിഭവം അവിടെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പോകണം. കാരണം ഒരു 7 ഫാമിലി അവൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 4 ഫാമിലി ഉണ്ട്, അല്ലാതെ അവളുടെ 2 ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ചെമ്പ് അവിടെ ഇല്ല, ബിരിയാണി ചെമ്പ്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ 2 പാത്രവും. അപ്പോൾ ആ പാത്രം എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതും കൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തിയാലേ പാത്തുവിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും മക്കളുമായിട്ട് എൻ്റെ സ്കൂട്ടറിൽ ആ പാത്രവുമായിട്ട് പാത്തുവിൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെ സ്വീകരിക്കാനായി ഇച്ചിക്കുട്ടൻ താഴത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. 2nd ഫ്ലോറിലാണ് കേട്ടോ പാത്തുവിൻ്റെ വീട്. അങ്ങനെ പാത്തുവിൻ്റെ വീട്ടിൽ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും അടുത്ത അതിഥികളെത്തി. അവരെ സ്വീകരിക്കാനായി ഞാനും പിള്ളേരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ആരാന്നല്ലേ, രഞ്ജിനിയും രാജീവും മക്കളും വരുന്നു കേട്ടോ. അവരാദ്യമായിട്ടാണ് പാത്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് വഴി ചെറുതായിട്ടും തെറ്റി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയെന്ന് ഹലോ ഹലോ എന്ന് പിറകെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിക്കൊണ്ട് വന്നതാണ്. പിന്നെ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട്, റോഷ്മ. അതായത് റോഷ്ന, ഞങ്ങളുടെ റോഷ്നാണ്, ഞങ്ങളുടെ ടീമിലെ റോഷ്ന. ഇത് റോഷ്മയും ഫാമിലി ഉണ്ടായിരുന്നു. വന്ന പാടെ തന്നെ പാത്തുവിനെ സഹായിക്കാനായിട്ട് രഞ്ജിനി കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. വലിയ സഹായമൊന്നുമില്ല, അതേ ഈ അടപ്പം കയ്യിൽ പിടിച്ച് അങ്ങനെ നിന്നാൽ മതി. കുട്ടിപ്പട്ടാളം തന്നെ അവരുടെ പരിപാടികൾ തുടങ്ങി. ഒരു പൗഡർ അത്രയും ആ ടേബിളിൻ്റെ പുറത്താക്കി കളിക്കാനുണ്ട്. അതേ ഞങ്ങളുടെ ടീമെത്തി, ചിക്കി, വിഷ്ണു ആൻഡ് റോഷ്ന, റസിൽ. ഇവരും കൂടെ വന്നാൽ ഫുള്ള് അടിപൊളിയാവും കേട്ടോ. മുകളിൽ എന്നെ കണ്ടപ്പോഴേ കൈയും കാലെടുത്ത് അങ്ങ് ഒക്കെയാണ്, ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട്. എല്ലാവരും കൂടെ എത്തിയപ്പോൾ പാത്ത് ഒരുപാട് ഹാപ്പിയായി കേട്ടോ. കാരണം അവരുടെ പെരുന്നാൾ അടിപൊളിയാക്കാമല്ലോ, അതിൻ്റെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ട്. പിള്ളേർക്കായാലും കുറച്ച് പേരുണ്ടല്ലോ, എല്ലാ കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് അവരും അവരുടേതായ ലോകത്ത് അങ്ങ് എൻജോയ് ചെയ്യണം. പിന്നെ കുറച്ച് നുണയും കൊണ്ടണയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുകയാണ്. ചിക്കിയുടെ കുറേ ബസ്സിൽ പോയപ്പോഴുള്ള ചില വികൃതന്മാരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുകയായിരുന്നു ഞങ്ങളുടെ കൂടെ. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, എവിടെ പോയാലും കാണും ഇങ്ങനെ കുറേ എന്തോ പറയാൻ വൃത്തികെട്ടവന്മാർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ഹിന്ദിക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അവൾ. ഇവിടെ ഡൽഹിയിലൊക്കെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ ആണ് കേട്ടോ, പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ബസ്സിൽ പോകാനാണ് ശ്രദ്ധിക്കാറ്, പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് ആദ്യം കൊടുത്തു കേട്ടോ. അവിടെ ഇത്തിരി സ്ഥലപരിമിതിയുണ്ട്, ഞങ്ങളിവിടെ റെൻറ്റിന് താമസിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇച്ചിരി സ്ഥലപരിമിതിയുണ്ട്. എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂമിൽ കുട്ടികളെ ഇരുത്തിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുകയായിരുന്നു. അപ്പുറത്തെ റൂമിൽ ആണുങ്ങളുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്, അപ്പുറത്തെ റൂമിലിരിപ്പുണ്ട്, അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ്.
ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ പറഞ്ഞിട്ടില്ലേ ചിക്കി കുട്ടികളുടെ കൂടെ കൂടുന്ന ഒരാളാണെന്ന്. അങ്ങനെ കുട്ടികളുടെ കൂടെ പോയി കഴിക്കാനിരുന്നിട്ട് ശിവാനിയുടെ നിന്നൊക്കെ അതിൽ കിടന്ന് ക്യാഷിനിട്ട് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ശിവാനി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തോ, ഞാൻ വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് എനിക്ക് വീഡിയോയിൽ പറയാനാണ് കുട്ടികളുടെ നിന്ന് അടിച്ചു മാറ്റി കഴിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കൈകെട്ടിയിരുന്ന അവളങ്ങനെ അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ നാണക്കേടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വിടുവോ? ഇതൊക്കെ ഒരു അവസരമല്ലേ. നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലത്തെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയാൽ എവിടെ പോയാലും അടിപൊളിയായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കുറഞ്ഞാലും കുഴപ്പമില്ല, സ്നേഹത്തോടെ വിളമ്പി തരുമ്പോൾ അതിൻ്റെ ഇത്തിരി സ്വാദ് കൂടും. അങ്ങനെയല്ലേ. അങ്ങനെ ഇപ്പോൾ അത് വേറെയും അതിഥി ഉണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാളും കൂടെ അവിടെ ഉണ്ട് കേട്ടോ, ഒരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ ഇവർ വന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വന്നപ്പോൾ സ്നാക്സ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ചായ ഇട്ടു, ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ചായ കുടിച്ചു. ഐസ്ക്രീം കൊണ്ടുവന്നു, ആരോ കൊണ്ടുവന്നതാണ് കേട്ടോ, ഐസ്ക്രീം കൊണ്ടുവന്നു. അതും അവിടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ ഗസ്റ്റൊന്നുമില്ല, എല്ലാവർക്കും വേണം, എല്ലാവരും അതൊക്കെ കൊണ്ടുവന്ന് എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ഐസ്ക്രീമൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പ്ലേറ്റിലെടുത്തു, കുട്ടികൾക്ക് ഒരു പ്ലേറ്റിൽ കൊടുത്തു. അപ്പോൾ പ്ലേറ്റിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഒരു സ്പൂൺ ഇട്ട് അങ്ങെടുത്ത് കഴിക്കാം. പെട്ടെന്ന് ഷടാന്ന് പറയുമ്പോൾ അങ്ങ് തീർന്നു കിട്ടും, അത് വേറെ കാര്യം. എൻ്റെ രാജീവൻ ഇപ്പോഴാണ് വന്നിട്ട്, ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ഫുഡ് കൊടുത്തായിരുന്നു, ചായ കുടിച്ചതിന് ശേഷം ഫുഡ് കൊടുത്തായിരുന്നു. പിന്നെ കുറേ ലോകകാര്യം ചർച്ച ചെയ്യും പോലെ അടുത്ത നമുക്ക് വിഷു വരെയല്ലേ, വിഷുവിൻ്റെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തി കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോൾ വന്നു. ഞങ്ങൾ 5 മിനിറ്റ് ഒന്നും അരമണിക്കൂർ വരെ ബാത്തുവിൻ്റെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നു. ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാനൊരു ഷൂ ഏട്ടന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് വന്നു. പിന്നെ അത് ഇട്ട് പാകമാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയായിരുന്നേ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി നോക്കണ്ടേ. അങ്ങനെ പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോഷൂട്ട് റീൽസ് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. ബാക്കി സമയം അത്രയും പാർക്കിലായിരുന്നു. നന്നായിട്ട് ഇരുട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. എല്ലാവരും കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഇനി എന്ത് ഫുഡ് കഴിക്കണമെന്നോ ഇനി എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയണ്ട. ശരിക്കും മൈൻഡ് ഫ്രീ ആയിട്ട് ഞാൻ അങ്ങനെയാണ് നിന്നത് കേട്ടോ. വല്ലപ്പോഴേക്കും മാത്രമേ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുള്ളൂ. സാധാരണ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്താൻ അതിൻ്റെ ടെൻഷൻ കാണും. ഇതങ്ങനെ ഒന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ട് നിന്നു. ഇതാ കുട്ടികളുടെ കൂടെ കുട്ടികൾക്കാലം അപ്പുറം മുതുക്കി പിള്ളേരിരുന്ന് ഊഞ്ഞാലാട്ടോ, ഇതാ പയ്യന്മാരൊക്കെ ഉണ്ടോ. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടി കേട്ടോ. നല്ല രസമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ചിറങ്ങി വരാൻ പറഞ്ഞപ്പോൾ കുട്ടികളെക്കാളും കേടായിരുന്നു വലിയുടെ കാര്യം. ആർക്കും ഇങ്ങോട്ട് വരാൻ വയ്യ. ഊഞ്ഞാലാട്ടം 2 മുതുക്കി പിള്ളേരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടോ. അടുത്ത കാര്യമായിട്ടുള്ള ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ ഇനി എവിടെ കൂടും, എന്ത് കഴിക്കും എന്നാണ് കേട്ടോ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പൂരിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ നേരത്തെ. ഇപ്പോൾ ഗ്രീൻ പീസ് അതായത് മട്ടറിൻ്റെ സീസണാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ ഒരു 3-4 കിലോ വാങ്ങിച്ച് പൊളിച്ച് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് എപ്പോഴും വെച്ചിരിക്കും. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഇനി ഉണ്ടാക്കാൻ, അന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും പൂരിയും ഞാനും പെമ്പിള്ളേരും കൂടെ ചേർന്ന് ആദ്യം കുറച്ചുണ്ടാക്കി. പിന്നെ റസിലും രാജീവനും കൂടെ പൂരി ഉണ്ടാക്കാൻ സഹായിച്ചേട്ടോ. അത് വലിയൊരു ഹെൽപ്പ് തന്നെയല്ലേ ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഒരു തത്രപ്പാടുണ്ട്. ഇവിടെ കൂടെ എടുക്കും, എങ്ങനെ എടുക്കും എന്നൊക്കെ എടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ഞാനങ്ങ് പോവായിരുന്നു. എല്ലാ പ്രാവശ്യം അവർക്ക് ആദ്യം കൊടുത്തിട്ടില്ല ഞങ്ങൾ കഴിക്കാറ്, എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് അവർ പൂരി ഉണ്ടാക്കുന്ന സമയം ഞങ്ങൾ പെണ്ണുങ്ങളും പിള്ളേരും കൂടെ ഇരുന്നങ്ങ് കഴിച്ചു കേട്ടോ ആദ്യത്തെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് അവർക്കും കൂടെ കൊടുത്തു. പിന്നെ ഒരു നന്ദി പ്രകടനമുണ്ട്, എല്ലാ പ്രാവശ്യവും ഉണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. മലയാളി സംഘടനയായ കേരള ഗ്രൂപ്പിന്റെ പ്രശസ്ത കവിയും നർത്തകനുമായ വിഷ്ണു ബി നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. സ്റ്റേജിൽ മൈക്ക് പിടിച്ചിരിക്കുന്ന ചിക്കിളി അവർകൾ, ഫോണിന്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന റോഷൻ അവർകൾ, യൂട്യൂബർ രാജൻ, ലൈറ്റ്സ് ആൻഡ് സൗണ്ട് റാഫിൽ ബി. ചിക്കിയുടെ കയ്യിലിരിക്കുന്ന സ്പീക്കറുണ്ടോ, ഇവിടെ വലിയ DJ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി 12 കാലൊക്കെ ആയപ്പോൾ തീർന്നു കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്.